إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله كافة للناس بشيرا ونذيرا وداعيا إلى الله بإذنه سراجا منيرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم. يا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. يقول الله تعالى: يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറ്റവും ആദരണീയരായ എൻ്റെ വാക്കുകൾ ശ്രവിക്കുന്ന മുഅ്മിനീങ്ങളും മുഅ്മിനത്തുകളുമായ സഹോദരി സഹോദരന്മാരെ, ഞാൻ ആദ്യമായി എന്നോടും എൻ്റെ ശ്രോതാക്കളോടും തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അന്തിമ വിജയം വെച്ചിരിക്കുന്നത്. രഹസ്യമായും പരസ്യമായും അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടുള്ള ജീവിതം, അതാണ് ഒരു മനുഷ്യന്റെ വിജയത്തിന്റെ നിദാനമാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള ജീവിതം നയിക്കുവാൻ നാം ഏറ്റവും കൂടുതൽ ബാധ്യസ്ഥരാണ്. അതാണ് നമ്മൾ നമ്മുടെ സ്വന്തത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ നന്മ എന്നുള്ളത്. സഹോദരന്മാരെ, ഏറ്റവും വലിയ ഒരു ചർച്ച നമ്മുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതായത്, ചുരുങ്ങിയൊരു കാലഘട്ടത്തേക്ക് നമ്മുടെ രാജ്യം ആര് ഭരിക്കണം, അല്ലെങ്കിൽ എങ്ങനെയുള്ള ആൾക്കാരെ ഭരണം ഏൽപ്പിക്കണം എന്നുള്ള ദൗത്യം, അത് ജനാധിപത്യ രാജ്യമായതിനാൽ സമ്മതിദാനം, വോട്ട് എന്ന രീതിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആരെയാണോ രേഖപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വോട്ട് ആർക്കാണോ ലഭിക്കുന്നത്, അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ഇടയിൽ ഭരിക്കും. അതാണ് ജനാധിപത്യ രാജ്യത്തിന്റെ സ്വഭാവവും രീതിയും. വലിയ ടെൻഷനിലാണ്, വലിയ ബേജാറിലാണ്. എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്, നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ സ്ഥാനാർത്ഥി വിജയിക്കണമെന്ന്. എല്ലാവരും അതിനു വേണ്ടി പ്രയത്നത്തിനാണ്. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ചില കൂട്ടം ആൾക്കാരെ വിജയികൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള വിജയം നമ്മൾ മറന്നുപോകരുത് എന്നുള്ളതാണ് വിഷയം. രാജ്യത്തിന് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യുന്ന നമുക്കൊരു കാലഘട്ടം ഉണ്ടായിരുന്നു, ഒരു പൂർവ്വ കാലഘട്ടം. എല്ലാവരോടും സാഹോദര്യത്തോടും എല്ലാവരും സ്നേഹത്തോടും എല്ലാവരും പരസ്പരം ആനന്ദിച്ചും ചിരിച്ചും ഉല്ലസിച്ചും ഒരു വൈരാഗ്യവുമില്ലാതെ ഏത് മതത്തിൽപ്പെട്ട ആൾക്കാരാണെങ്കിലും ശരി, നീതിയുടെ അങ്ങേയറ്റത്ത് അല്ലെങ്കിൽ സാഹോദര്യത്തിന്റെ അങ്ങേയറ്റത്ത്
മുസ്ലിമിനൊരു ആവശ്യം വരുമ്പോൾ മറ്റു മതസ്ഥർ ആ ആവശ്യത്തിന്റെ പിന്നാലെ അണിനിരന്നിരുന്ന, അല്ലെങ്കിൽ മറ്റു മതസ്ഥർക്ക് ഒരു ആവശ്യം വരുമ്പോൾ എല്ലാ മതസമൂഹങ്ങളും അണിനിരന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള കാലഘട്ടം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. സഹോദരന്മാരെ, അള്ളാഹുവിന്റെ തൃപ്തിയുടെ അടയാളമാണ് അള്ളാഹു സുബ്ഹാനഹു തആല അവൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ ഭരണം ഏൽപ്പിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ തൃപ്തിന്റെ വലിയ അടയാളമാണ്. അള്ളാഹു നമ്മൾ സന്തുഷ്ടരാണ്, അല്ലെങ്കിൽ അള്ളാഹു നമ്മൾ ചെയ്യുന്ന അമലുകളിൽ അവൻ നമ്മൾ ഇപ്പോൾ സംതൃപ്തനാണ്. നമ്മൾ ജീവിക്കുന്ന ജീവിത രീതിയിൽ, നമ്മൾ അള്ളാഹുമായി വെച്ചു പുലർത്തുന്ന ബന്ധത്തിൽ അതിൽ യാതൊരു വിള്ളലും വന്നിട്ടില്ല എന്നതിന്റെ ഒരു അടയാളമാണ് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മൾക്കുള്ള ഭരണാധികാരികളെ അവൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ ഏൽപ്പിക്കുമെന്നുള്ളത്. അള്ളാഹുവിന്റെ കോപത്തിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് ഭൂമിയിൽ ദുൽമ് മാത്രം പ്രവർത്തിക്കുന്ന, അതിക്രമം മാത്രം പ്രവർത്തിക്കുന്ന, യാതൊരു നീതിയുമില്ലാതെ അസഹിഷ്ണുതയുമായി മാത്രം പെരുമാറുന്ന ഒരു ചില ആൾക്കാരെ ഭരണം അള്ളാഹു ഏൽപ്പിക്കുക എന്നുള്ളത് സഹോദരന്മാർ അള്ളാഹുവിന്റെ കോപത്തിന്റെ അടയാളമാണ്. وعد الله الذين آمنوا منكم وعملوا الصالحات ليستخلفنهم في الأرض كما استخلف الذين من قبلهم وليمكنن لهم دينهم الذي ارتضى لهم وليبدلنهم من بعد خوفهم أمنا. الله ഖുർആനിലൂടെ വ്യക്തമായി പറഞ്ഞ കാര്യമാണ്. അള്ളാഹു വ്യക്തമായി പറഞ്ഞ കാര്യമാണ്. നിങ്ങളുടെ കരങ്ങളിലേക്ക് ഭരണത്തിന്റെ കേന്ദ്രങ്ങൾ അത് പാഞ്ഞെടുക്കുന്നതാണ്. നിങ്ങളുടെ മുൻഗാമികൾ ഭരിച്ചതുപോലെ, അവർക്ക് ദുനിയാവിൽ മേധാവിത്വം ഉണ്ടായതുപോലെ നിങ്ങൾക്കും ദുനിയാവിൽ മേധാവിത്വം ഉണ്ടാകുന്നതാണ്. ദുനിയാവിലെ എല്ലാവിധ സ്വാധീനങ്ങളും നിങ്ങളിൽ സമ്പൂർണമായി എത്തിച്ചേരുന്നതാണ്. ഏതവസ്ഥയിൽ അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നത് ഒരു ചില കൂട്ടം ആൾക്കാർക്കാണ്. ആമനൂ മിൻകും, നിങ്ങളിൽ നിന്നും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാർക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നത് ഒരു ചില മുഫസ്സിരീങ്ങൾ ഇതിന് കൊടുത്തിരിക്കുന്ന വിശദീകരണം ഇങ്ങനെയാണ്. എപ്രകാരം ദാവൂദ് അലൈഹിസ്സലാമിനും സുലൈമാൻ അലൈഹിസ്സലാമിനും ഭൂമിയിൽ പൂർണ്ണാധികാരവും മേധാവിത്വവും ഉണ്ടായിട്ടുണ്ടോ, ബനി ഇസ്രായേലിൽപ്പെട്ട പ്രവാചകന്മാർക്ക് ഭൂമിയിൽ പൂർണ്ണാധിപത്യവും മേധാവിത്വവും ഉണ്ടായിട്ടുണ്ടോ, അതുപോലെ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്കും ഭൂമിയിൽ പൂർണ്ണാധികാരവും മേധാവിത്വവും നൽകുന്നതാണ്. എപ്പോൾ? നിങ്ങൾ അമലുസ് സാലിഹാത്തും ഈമാനും പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന വേളയിൽ. രണ്ടാമതായി അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ ഇർതദാ ലഹും. രണ്ടാമത് പറഞ്ഞ കാര്യം വലിയ കാര്യമാണ്. ഇനി ഭരണാധികാരി ആരുമായിക്കൊള്ളട്ടെ, അല്ലാഹു സുബ്ഹാനഹു തആല അല്ലാഹുവിനെ അനുസരിക്കാൻ തയ്യാറാകുമ്പോൾ ഈമാൻ ജീവിതത്തിൽ പരിപൂർണമായും അമലുസ് സാലിഹാത്തും ഈമാനോട് കൂടിയുള്ള ജീവിതം നയിക്കാൻ മുഅ്മിൻ തയ്യാറായി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു തആല ഏതൊരു രീതി അനുസരിച്ച്, ഏതൊരു ദീൻ അനുസരിച്ചാണോ അവൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്, ആ ദീൻ അനുസരിച്ച് ജീവിക്കാനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യവും പൂർണ്ണമായ അവസരങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല അവൻ ഒരുക്കി കൊടുക്കും. ഇത് അല്ലാഹു നൽകുന്ന വാഗ്ദാനമാണ്. അതായത് സഹോദരന്മാരെ, ഈ ആയത്തിന്റെ കീഴിൽ വരുന്ന ചർച്ചകളിൽ ജനാധിപത്യ രാജ്യങ്ങൾ ഇപ്പോഴത്തെ മുഫസ്സിരീങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇവിടെ എങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടത്, ഇവിടെ എങ്ങനെയാണ് നമ്മുടെ അവകാശം നമ്മൾ വോട്ടായി എപ്രകാരമാണ് രേഖപ്പെടുത്തേണ്ടത്. കാരണം എല്ലാവരും ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ മുസ്ലിം സ്ഥാനാർത്ഥികൾ ആയിക്കൊള്ളണമെന്നില്ല, ഇല്ലെങ്കിൽ ആ മുസ്ലിങ്ങൾക്ക് നമ്മുടെ വോട്ട് നമ്മൾക്ക് കൊടുക്കാൻ പറ്റും. സഹോദരന്മാരെ, അല്ലാമ ഇബ്നു അബ്ദുർ റഹ്മാൻ രേഖപ്പെടുത്തുന്നുണ്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്. ഇന്നല്ലാഹ യദ്ഫഉ അനിൽ മുഅ്മിനീന ബിഅസ്ബാബിൻ കസീറ. അല്ലാഹു സുബ്ഹാനഹു തആല മുഅ്മിനീങ്ങളിൽ നിന്നും ധാരാളം അവർക്കുണ്ടാകുന്ന ഉപദ്രവങ്ങൾ ഒരുപാട് സബബുകൾ മുഖേന അല്ലാഹു സുബ്ഹാനഹു തആല തട്ടിക്കളയുന്നതാണ്. മുഅ്മിനീങ്ങൾക്ക് ഉണ്ടാകുന്ന ഉപദ്രവങ്ങൾ
അതായത് ഈമാന്റെ പേരിലായിക്കൊള്ളട്ടെ അല്ലാതെ ആയിക്കൊള്ളട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് കാരണവശാൽ ആ ഉപദ്രവങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കിക്കളയുന്നതാണ്. ഒറുബ്ബമാ ദഫഅ അൻഹും ബിസബബി ഖബീലതിഹിം ഔ അഹ്ലി വത്നി അൽ കുഫാർ. ഒരുപക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് അല്ലാഹുവിന്റെ സഹായം മുഖേന അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനുണ്ടാകുന്നതായ അവന്റെ ദുആ കാരണം അല്ലെങ്കിൽ അവൻ ചെയ്ത അമലുകൾ കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല തട്ടിക്കളയും. നേരിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തട്ടിക്കളയും. ഒരു ചില വേളകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളിൽ നിന്നും അവർക്ക് ഉപദ്രവകരമായ കാര്യങ്ങൾ അതേത് രീതിയിലാണെങ്കിലും ശരി അതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല തട്ടിക്കളയുന്നത്, അവയിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്ലാതാക്കി കളയുന്നത് അവരുടെ നാട്ടിലെ കുഫാരികളായ ആൾക്കാരെ മുഖേനയായിരിക്കും. അതായത് അല്ലാഹ് ഇല്ല എന്ന് പറയുന്ന ആൾക്കാർ മുഖേനയായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ചില ആൾക്കാരിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല മുസീബത്തുകളും മറ്റു ഉപദ്രവങ്ങളും അല്ലാഹു തട്ടിക്കളയുന്നത്. എങ്ങനെ? കമാ ദഫഅ അല്ലാഹു അൻ ശുഐബ് അലൈഹിസ്സലാമിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല റജ്മ് എന്ന് പറയുന്ന, അതായത് കല്ലെറിഞ്ഞു കൊല്ലുക അല്ലെങ്കിൽ കല്ലെറിയലിനെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ശുഐബ് നബി അലൈഹിസ്സലാമിനെ തടഞ്ഞത് അവരുടെ സമുദായം മുഖേനയാണ്. എങ്ങനെയുള്ള സമുദായം? വഹുമൽ കുഫാർ, അവർ കാഫിരീങ്ങളായിരുന്നു. ഈ ആയത്തിന്റെ കീഴിൽ പറയുന്നുണ്ട്, അതായത് മുഅ്മിനീങ്ങൾ ആരൊക്കെ ഭരണത്തിൽ വന്നാൽ മുഅ്മിനീങ്ങൾ വിചാരിക്കുന്നുണ്ട് നമുക്ക് നമ്മുടെ ദീനിൽ നിർഭയത്വത്തോടു കൂടി അമൽ ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മുടെ ഹജ്ജുകൾ, നമ്മുടെ നമസ്കാരങ്ങൾ, നമ്മുടെ ശർഈയായ കാര്യങ്ങൾ യാതൊരു പോറലും ഏൽക്കാതെ നമ്മൾ എപ്രകാരമാണോ ദീന് കൽപ്പിക്കുന്നത് ആ രീതിയിൽ ചെയ്യാൻ പറ്റും. ഇന്ന ചില ആൾക്കാർ ഇവിടെ വന്നാൽ അങ്ങനെയുള്ള നമ്മുടെ പ്രതീക്ഷയുള്ള ആൾക്കാരെ വിജയിപ്പിച്ച് വിടലാണ്, അല്ലെങ്കിൽ അവർക്ക് നമ്മുടെ വോട്ട് രേഖപ്പെടുത്തലാണ്, നമ്മുടെ അവകാശം അവരിലൂടെ നമ്മൾ നേടിയെടുക്കലാണ് ജനാധിപത്യ രാജ്യത്തിന്റെ രീതി എന്ന് മുഫസ്സിരീങ്ങളായ ആൾക്കാർ പറയുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാർ, അവർ കാഫിരീങ്ങളാണെങ്കിലും പ്രശ്നമില്ല, അങ്ങനെയുള്ള ആൾക്കാർക്ക് വോട്ട് രേഖപ്പെടുത്താവുന്നതാണ്. അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ രേഖപ്പെടുത്താവുന്നതാണ് എന്നല്ല, അതിനും കൂടി ഒരു പടി കഴിഞ്ഞ് അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ വിജയിപ്പിച്ച് കഴിയേണ്ടത്. കാരണം ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നുണ്ട്, ശുഐബ് നബി അലൈഹി ഇസ്ലാമിനോട് തന്റെ സമുദായം പറയുന്ന ഒരു വാക്കുണ്ട്, ഖാലു യാ ശുഐബ് മാ നഫഖഹു മിൻ കസീറൻ മിമ്മാ തഖൂൽ വ ഇന്നാ ലനറാക ഫീനാ ദഈഫ. ഓ ശുഐബ്, ശുഐബ് അലൈഹി ഇസ്ലാം നിരന്തരമായ ദഅവത്ത് ചെയ്തപ്പോൾ, അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ശുഐബ് നബി അലൈഹി ഇസ്ലാമിനെ ഒരു ചില കൂട്ടം ആൾക്കാർ ഉപദ്രവിക്കാൻ വേണ്ടി പറയുകയാണ്. എന്നിട്ട് അവർ ശുഐബ് നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഓ ശുഐബ്, നിന്നെ ഞാൻ നമ്മൾപ്പെട്ട ബലഹീനരായിട്ടാണ് കാണുന്നത്, മൈനോറിറ്റിയാണ്, നിന്റെ കൂട്ടത്തിലുള്ള ആൾക്കാർ വളരെ ലൈഫാണ്, നിന്റെ കൂട്ടത്തിലാണെങ്കിൽ ആരുമില്ല, അല്ലാഹ് ഉണ്ട് എന്ന് അംഗീകരിക്കുന്ന ഒരു ചില കൂട്ടർ മാത്രമാണുള്ളത്. പക്ഷേ ഞങ്ങൾ നിന്നെ വെറുതെ വിടുന്നത് ഈ കൂട്ടം ആൾക്കാർ, അതായത് അവിശ്വാസികളായ കുടുംബത്തിൽപ്പെട്ടതും നാട്ടുകാരുമായ ഒരു ചില കൂട്ടം ആൾക്കാർ ശുഐബ് നബി അലൈഹി സ്വലാമിന് വേണ്ടി സംരക്ഷണം ഏറ്റെടുക്കാൻ തയ്യാറായപ്പോൾ കാഫിരീങ്ങളായ അല്ലെങ്കിൽ ശത്രുക്കളായ ആൾക്കാർ പറഞ്ഞു, ഈ റഹ്ത് ഇല്ലായിരുന്നെങ്കിൽ, ഈ കുടുംബത്തിൽപ്പെട്ടതും അല്ലാത്തതുമായ ഒരു കൂട്ടം ആൾക്കാർ താങ്കളെ സംരക്ഷിക്കാനില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായും ഞങ്ങൾ നിങ്ങളെ കല്ലെറിഞ്ഞു കൊല്ലുമായിരുന്നു, തീർച്ചയായും കല്ലെറിഞ്ഞ് ആട്ടി ഓടിക്കുമായിരുന്നു, കൊല്ലുമായിരുന്നു. ആരാണ് പറയുന്നത്? കുഫാരിങ്ങളായ ആൾക്കാരാണ് പറയുന്നത്. ഇവിടെ ശുഐബ് നബി അലൈഹി ഇസ്ലാമിന് വേണ്ടി കവചം തീർത്തത് കാഫിരീങ്ങളായ ഒരു കൂട്ടം ആൾക്കാർ തന്നെയാണ്. ഒരു ചില കൂട്ടം ആൾക്കാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ചില കൂട്ടം ആൾക്കാരെ കൊണ്ട് തടഞ്ഞില്ലായിരുന്നെങ്കിൽ ഭൂമിയിൽ അക്രമവും അതിക്രമവും വ്യാപിക്കുമായിരുന്നു, ഭൂമിയിൽ അങ്ങേയറ്റ രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാകുമായിരുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ വോട്ട് എന്നുള്ള രീതി അത് ഇസ്ലാമിക ശരീഅത്തിന് അല്ലെങ്കിൽ നമ്മുടെ ശരീഅത്തുകളിൽ കൈകടത്താതെ ഏറ്റവും നല്ല ഭരണം കാഴ്ചവെക്കുന്നവർക്ക്, അത് അമുസ്ലിമായാലും പ്രശ്നമില്ല, അങ്ങനെയുള്ള ആൾക്കാർക്ക് കൊടുക്കണം എന്നാണ് ഇസ്ലാമിന്റെ പൂർവ്വകാല ചരിത്രം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. അതുകൊണ്ട് സഹോദരന്മാർ, നമ്മൾ അഭിമുഖീകരിക്കുന്ന ഈ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ പ്രതിസന്ധികൾ, ഇവിടെ നമ്മൾ ഒരു കാരണവശാലും സഹോദരന്മാരെ നമ്മൾ വോട്ട് എന്ന ഒരു ദുനിയാവിന്റെ കാര്യത്തിന് വേണ്ടി ആഖിറത്തെ ഒരിക്കലും മറന്നു കളയരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ ചോദിക്കുന്നുണ്ട്, ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ, നിങ്ങൾ ദുനിയാവിന്റെ ജീവിതത്തിനാണോ മുൻഗണന നൽകുന്നത്? അതായത് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും ഒരിക്കലും നരകത്തിന്റെ അവകാശികളായി പോകുന്ന, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന,
കുറ്റപ്പെടുത്തുന്ന, മറ്റുള്ളവരെ ഇകഴ്ത്തി കാണുന്ന, മറ്റുള്ളവരെ ഗീബത്ത് പറയുന്ന, മറ്റുള്ളവരെ ഫിത്ന പറയുന്ന, മറ്റുള്ളവർക്കിടയിൽ ഫസാദ് ഉണ്ടാക്കുന്ന, ദീനിൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന, പരസ്പരം ഉപദ്രവത്തിലേക്കും അക്രമത്തിലേക്കും നമ്മളെ കൊണ്ടെത്തിക്കുന്ന രീതിയിലുള്ളതായ പരാമർശങ്ങളും അതുപോലെ രീതിയിലുള്ള സഹോദരന്മാർ എല്ലാ രീതിയിലുള്ളതായ നമ്മുടെ നാവ് കൊണ്ടാകട്ടെ, നമ്മൾ എഴുതി വിടുന്നതാകട്ടെ, നമ്മുടെ ഒരു രീതിയിലും സമുദായത്തിലും സമൂഹത്തിലും അന്യോന്യം രക്തച്ചൊരിച്ചിലോ അല്ലെങ്കിൽ കലഹമോ പ്രശ്നമോ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു വാക്കുകളും ഒരു എഴുത്തുകളും നമ്മുടെ കയ്യിൽ നിന്നോ വരാൻ പാടില്ല. അത് എത്ര നമ്മൾ വികാരഭരിതരായിട്ടാണെങ്കിലും ശരി, നമ്മുടെ ഭാഗത്ത് നിന്നും അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും വരാൻ പാടില്ല. ദുനിയാവിന്റെ തുച്ഛമായ ലാഭത്തിന് വേണ്ടി ആഖിറത്തിനെ കളഞ്ഞു കുളിക്കുന്ന അവസ്ഥ ഒരു കാരണവശാലും വരാൻ വേണ്ടി പാടില്ല. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ ചോദിക്കുന്നത്, ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ, നിങ്ങൾ ദുനിയാവിന്റെ ജീവിതത്തിന് മുൻഗണന നൽകുകയാണോ? നമ്മുടെ അവകാശം എല്ലാവരും വോട്ടായി രേഖപ്പെടുത്തേണ്ടതാണ്. പക്ഷെ അതിനപ്പുറം സഹോദരന്മാരെ, എല്ലാത്തിനും അപ്പുറം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നുണ്ട്, കുൽ നബിയെ അവരോട് പറയുക, ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്, ആരൊക്കെ ഏതൊക്കെ രാജ്യങ്ങൾ ഭരിച്ചാലും, ആരൊക്കെ ഏതൊക്കെ മേഖലകൾ ഭരിച്ചാലും, ആരൊക്കെ ഏതൊക്കെ കടിഞ്ഞാൻ പിടിച്ചാലും അവരുടെയൊക്കെ കടിഞ്ഞാൻ പിടിക്കുന്ന ഒരു രക്ഷിതാവുണ്ട്. ആ രക്ഷിതാവിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നു, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. എനി സഹോദരന്മാരെ, നമ്മൾ വലിയ രാവും പകലും അധ്വാനമില്ലാതെ ആരുടെയൊക്കെ പിന്നാലെ പാഞ്ഞ് അവരെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് നമ്മുടെ ഒരു ആവശ്യത്തിന് നമ്മൾ വിളിക്കുമ്പോൾ പക്ഷേ അവർ ബിസി ആയിരിക്കും, നമ്മുടെ ഫോൺ എടുക്കത്ത് പോലുമില്ല. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞത്, ഇദാ സഅലക ഇബാദി, എന്റെ അടിമ എന്നെ കുറിച്ച് ചോദിച്ചാൽ ഫഇന്നി ഖരീബ്, ഞാൻ വളരെ അടുത്ത് തന്നെയുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, മുഅ്മിനെ സംബന്ധിച്ച് പൂർണ്ണമായ പ്രതീക്ഷ അല്ലാഹുവിലായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തായ രീതികൾ അവൻ പിന്തുടരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ പ്രബോധനം ചെയ്യുന്നവൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവിടെ കൂടുതലായും ഉണ്ടായിരുന്നത് കുഫാരികളായ ആൾക്കാരായിരുന്നു. അപ്പൊ അവരുടെ സഹായത്തോടു കൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ മേഖലകളിലും ദഅവത്ത് ചെയ്തത്. അവരെല്ലാം പൂർണ്ണമായും വിശ്വാസികളൊന്നും ആയിരുന്നില്ല. ഒരുപാട് വേളകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കത്തെഴുതിയിട്ടുണ്ട്, ദഅവത്തിന് വേണ്ടി അന്യമതസ്ഥരായ ആൾക്കാരുടെ സഹായം തേടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ സുന്നത്തായ രീതിയാണ്. ഇതിനപ്പുറം സഹോദരന്മാരെ, പ്രതീക്ഷയും മുഅ്മിനിന്റെ അഭയസ്ഥാനവും അത് പരിപൂർണമായും അല്ലാഹുവാണ്. അതുകൊണ്ട് ആ രീതി മനസ്സിലാക്കി അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ മുൻഗണന നൽകി, ദീനിന് മുൻഗണന നൽകി സഹോദരന്മാരുടെ നമ്മുടെ വോട്ടുകൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആയിലാണോ പ്രതീക്ഷയുള്ളത്? അതായത് ഇന്ന വ്യക്തി ജയിച്ചാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ദീനിന് ഒരു കുഴപ്പവും ഉണ്ടാകില്ല, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ സാഹോദര്യത്തിനും നമ്മുടെ സ്നേഹത്തിനും നമ്മുടെ ഈ ജനാധിപത്യ രാജ്യത്തിന്റെ ജനാധിപത്യം എന്ന ആ ഒരു പ്രക്രിയക്ക് അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിന് ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്ന് നമ്മൾ ആരാണോ പ്രതീക്ഷയുള്ളത് അങ്ങനെയുള്ള ആൾക്കാർക്ക് വോട്ടുകൾ നൽകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല തൗഫീഖ് നൽകുമാറാകട്ടെ. إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم. يا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സഹോദരന്മാരെ, ഒരു മുഅ്മിനിന്റെ ഈമാനിന്റെ പൂർണ്ണമായ അല്ലെങ്കിൽ അതിന്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ് അല്ലാഹുവിൽ നല്ല പ്രതീക്ഷ വെക്കുക എന്നുള്ളത്. ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഒരു മുഅ്മിൻ എപ്രകാരമാണോ എന്നെ പറ്റി വിചാരിക്കുന്നത് അതുപോലെ ഞാൻ അവനോട് പെരുമാറുന്നത്. അവൻ എന്നെ ഓർമ്മിക്കുമ്പോഴെല്ലാം ഞാൻ അവന്റെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ മഅയ്യത്ത്, ഇന്ന മഅയ്യ റബ്ബി എന്ന് നമുക്ക് എപ്പോഴും പറയാൻ പറ്റണം. അതായത് എല്ലാ മേഖലകളിലും, നാം ജീവിക്കുന്ന എല്ലാ മേഖലകളിലും സഹോദരന്മാരെ അല്ലാഹുവിന്റെ ദിക്ർ ഉണ്ടാകണം. അത് നമ്മുടെ കുടുംബത്തിലാണെങ്കിലും ശരി, വീട്ടിലാണെങ്കിലും ശരി,
നമ്മുടെ കച്ചവട മേഖലകളിലാണെങ്കിലും ശരി, എവിടെയും അള്ളാഹുവിനെ മറന്നുകൊണ്ട് വലാ തകും മിനൽ ഗാഫിലീൻ, നിങ്ങൾ അശ്രദ്ധവാന്മാരായ ജീവിതം നിങ്ങൾ നയിക്കരുതെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിൽ പ്രതീക്ഷ വെക്കുക, അള്ളാഹുവിന്റെ സഹായത്തിൽ പ്രതീക്ഷയുള്ളവനായി തീരുക. ഇന്നാ ലനൻസുറു റുസുലനാ വല്ലദീന ആമനൂ മഅഹു ഫിൽ ഹയാത്തിദ് ദുനിയ. അള്ളാഹു ഖുർആനിലൂടെ പറയുകയാണ്, തീർച്ചയായും ഞാൻ നമ്മുടെ പ്രവാചകന്മാരെ ഞാൻ സഹായിക്കും. അത് നമ്മുടെ ബാധ്യതയിൽപ്പെട്ടതാണ്. വല്ലദീന ആമനൂ മഅഹു, ആ പ്രവാചകന്മാരിൽ വിശ്വസിക്കുന്ന ആൾക്കാരെയും മുഅ്മിനീങ്ങളെ ആൾക്കാരെയും അള്ളാഹു സഹായിക്കും. അത് അള്ളാഹു, സഹോദരന്മാരെ, അള്ളാഹു ഏറ്റെടുത്ത കാര്യമാണ്. ആ സഹായം നേടിയെടുക്കാനുള്ള ഈമാൻ ഉണ്ടാക്കി തീർക്കുക എന്നതാണ് മുഅ്മിൻ എന്ന നിലക്കുള്ള നമ്മൾ ഓരോരുത്തരുടെയും കടമ. അതുകൊണ്ട് സഹോദരന്മാരെ, ഒരു ചെറിയ ഹറാമിൽ നിന്നും പോലും മാറി നിൽക്കാൻ നമ്മുടെ ഈമാൻ മുഖേന നമുക്ക് പറ്റുന്നില്ലെങ്കിൽ പിന്നെ എപ്രകാരമാണ് അള്ളാഹുവിന്റെ സഹായം നേടിയെടുക്കാനുള്ള ഈമാൻ നമുക്ക് ഉണ്ടാക്കി തീർക്കാൻ പറ്റും? അതുകൊണ്ട് പരിപൂർണമായും തിന്മയിൽ നിന്ന് മാറി നിന്ന് അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ച അമലുകൾ കൊണ്ട് ആദ്യമായ ആയത്ത് ഓതിയതുപോലെ വഅദല്ലാഹുല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ ഇർതദാ ലഹും വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംന. അല്ലാഹു സുബ്ഹാനഹു വ തആല 3 കാര്യങ്ങൾ ഈ ആയത്തിൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഒന്ന്, ഭൂമിയിലുള്ള സർവാധിപത്യം അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതേത് രീതിയിലാണെങ്കിലും ശരി, ഈമാനും അമലുസ്സാലിഹാത്തും ഉണ്ടെങ്കിൽ ഒരുപക്ഷെ അമുസ്ലിമീങ്ങൾ നാമധാരികളായ ഭരണാധികളായിരിക്കും, പക്ഷെ മുസ്ലിങ്ങൾക്ക് വാക്കുകൾക്കും അല്ലെങ്കിൽ മുസ്ലിമുകളുടെ ഓരോ കാര്യത്തിനും അവിടെ വിലയുണ്ടാകും. മുസ്ലിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ അവർ ഇസ്ലാമിന്റെ പേരിൽ അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഇസ്സത്തിന്റെ പേരിൽ അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കും. രണ്ടാമതായി പറഞ്ഞു, ഏതൊരു ദീനിലാണോ അല്ലാഹുവിന്റെ തൃപ്തിയും നമ്മൾ തൃപ്തിപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്, ആ ദീന് ഒരു ഭയവുമില്ലാതെ അതിന്റെ അമലുകളെല്ലാം ആ രീതിയിൽ ജീവിക്കാൻ അല്ലെങ്കിൽ അമലുകൾ ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഈമാനും അമലുസ്സാലിഹാത്തും ഒരാൾ യഥാർത്ഥ രീതിയിൽ ഉണ്ടാക്കി തീർക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനം ഒരുക്കും. മൂന്നാമതായി പറഞ്ഞു, ഭയത്തിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നിർഭയത്വം നൽകും. വലിയ ഭയത്തിന് ശേഷം ഇന്ന് നിയമങ്ങൾ വരുന്നുണ്ട്, ഇന്ന് വേവലാതികൾ വരുന്നുണ്ട്. ഒരുപാട് പ്രവാചകന്മാരെ നാടുകളിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. പിന്നെയല്ലേ മുഅ്മിനീങ്ങളായ സാധാരണക്കാരെ നമ്മുടെ അവസ്ഥ. അതുകൊണ്ട് ആ ഭയത്തിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നിർഭയത്വം നൽകും. എപ്പോൾ? അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥമായ ഈമാൻ, യഥാർത്ഥമായ തൗഹീദ് അംഗീകരിക്കാൻ നമ്മൾ തയ്യാറായി, ആ തൗഹീദിനെ പിന്തുടർന്നുകൊണ്ടുള്ള അമലു സാലിഹാത്ത് നമ്മൾ ചെയ്യാൻ തയ്യാറായാൽ ഈ രീതിയിലുള്ള മാറ്റങ്ങൾ, അത്ഭുതങ്ങൾ സഹോദരന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്ത കാര്യമാണ്. വകാന വഅദുല്ലാഹി ഹഖ്ക ഇന്ന വഅദല്ലാഹി ഹഖ്കുൻ. അല്ലാഹുവിന്റെ വാഗ്ദാനം സത്യമാണ്. അല്ലാഹുവിന്റെ വാഗ്ദാനത്തിൽ വമൻ അസ്ദഖു മിനല്ലാഹി ഖീല, അല്ലാഹുവിനേക്കാൾ സത്യം പറയുന്നവനായി ഒരാളുമില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ വാഗ്ദാനം പൂർത്തീകരിക്കണമെങ്കിൽ നമ്മുടെ ബാധ്യത നമ്മൾ പൂർത്തീകരിക്കണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു തരുമാറാകട്ടെ. നമ്മുടെ ചെറുതും വലുതുമായ, നമ്മൾ അറിയാതെയും അറിഞ്ഞു ചെയ്തതുമായ എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുമാറാകട്ടെ. എല്ലാ മേഖലകളിലും അല്ലാഹുവിനെ ഭയപ്പെട്ട് അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്ന ജീവിതം നയിക്കാൻ അല്ലാഹു നല്ല തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ രോഗികളുടെ രോഗം അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ കടം അല്ലാഹു വീട്ടി കൊടുക്കുമാറാകട്ടെ. വിവാഹപ്രായമെത്തിയിട്ടും വിവാഹം കഴിയാതെയുള്ള യുവാക്കൾ, യുവതികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് അവർക്ക് ഏറ്റവും അനുയോജ്യമായ ദീനിലും ദുനിയാവിലും ഏറ്റവും മസ്ലഹത്തുള്ള ഏറ്റവും ഖൈറായ വധൂവരന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിലും ദുനിയാവിലും ഏറ്റവും ഇസ്സത്തുള്ള അല്ലാഹുവിന്റെ സഹായം കരസ്ഥമാക്കുന്ന ഏറ്റവും നല്ല മുഅ്മിനീങ്ങളായ മുത്തഖീങ്ങളായ ദാസന്മാരായി നമ്മളെയും നമ്മുടെ കുടുംബക്കാരെയും നമ്മുടെ മക്കളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കുമാറാകട്ടെ. നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്ന ഈ ഇലക്ഷൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീൻ ഏറ്റവും ഖൈറായ ആരെയാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീൻ ഏറ്റവും ഖൈറായ ആരാണോ അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തയ്യാറാക്കി തരുമാറാകട്ടെ. അവരുടെ വിജയം അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ട് നമുക്ക് ഇവിടെ സന്തോഷിക്കാനും ദീനിൽ യാതൊരു ഭയവുമില്ലാതെ എല്ലാ അമലുകൾ ചെയ്യാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم ربنا رب ارحمهما كما ربياني صغيرا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.